തുമ്പ ഒരു ആയുർവേദ ഔഷധ സസ്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ കളയായി വളരുകയും ഇപ്പോൾ അന്യം നിന്നു പോവുകയും ചെയ്യുന്ന ഈ ഔഷധ ചെടിയുടെ ഗുണങ്ങൾ ഏറെയാണ് പറയാനുള്ളത്. കേരളത്തിലെ പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഓണത്തപ്പനെ വരവേൽക്കാൻ ഒന്നാം ഓണത്തെ പൂക്കളത്തിന് ഉപയോഗിക്കുന്ന പൂവാണ് തുമ്പപ്പൂവും ഇലയും. തുമ്പപ്പൂവ് മറ്റു പൂക്കളെ അപേക്ഷിച്ച് ചെറുതും വെള്ള നിറമുള്ളതുമാണ്. വെള്ള നിറം ശുദ്ധിയെയും സത്യത്തെയും സൂചിപ്പിക്കുന്നു. പച്ചയില പ്രകൃതിയെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. ഓണം വിളവെടുപ്പ് ഉത്സവമായതിനാൽ പ്രകൃതിയുടെ സമൃദ്ധിയെ കാണിക്കാൻ പച്ചയില ഉപയോഗിക്കുന്നു. 3 ഇനം തുമ്പകളുണ്ട്: കരിന്തുമ്പ, തുമ്പ, പെരുന്തുമ്പ. ഇതിൽ നമ്മുടെ കഥാപാത്രം 30 സെന്റിമീറ്റർ മുതൽ 60 സെന്റിമീറ്റർ ഉയരത്തിൽ വളരുന്ന നിത്യഹരിതവും രോമിലവുമായ ഒരു ഏകവർഷി സസ്യമാണ്. പച്ച നിറത്തിലുള്ള തണ്ടുകളും ഇലകളും ഇവയ്ക്കുണ്ട്. ഇലകൾ 3 മുതൽ 6 സെന്റിമീറ്റർ നീളമുള്ളതും പരുപരുത്തതുമാണ്. അടിഭാഗം രോമിലവുമാണ്. എന്നാൽ പൂവിൻ്റെ നിറം വെളുപ്പാണ്. ഈ ദളപുടം 2 അധരങ്ങളായി കാണുന്നു. ഇതിൻ്റെ വിത്ത് വളരെ ചെറുതും പതുങ്ങിയതുമാണ്. തുമ്പ സമൂലം ഇടിച്ചു പിഴിഞ്ഞ് തളിക്കുന്നത് അണുനാശിനിയായി ഉപയോഗിക്കാവുന്നതാണ്. കൊതുകു നിവാരണത്തിന് തുമ്പ പുകയ്ക്കുന്നതും നല്ലതാണ്. ചുമയും ജലദോഷവും പനിയും എന്നിവ കുറയ്ക്കാൻ 5 മുതൽ 7 തുമ്പയില കഴുകി 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1/2 ഗ്ലാസ് വെള്ളമാക്കി അല്പം തേനും ചേർത്ത് ചൂടാറിയ ശേഷം കുടിക്കുന്നത് നല്ലതാണ്. കീടകടിക്ക് പുതിയ തുമ്പയില എടുത്ത് നന്നായി അരച്ച് പേസ്റ്റാക്കി കീടം കടിച്ച സ്ഥലത്ത് പുരട്ടുക. വേദനയും വീക്കവും കുറയ്ക്കുവാൻ ഇത് സഹായിക്കും. തലവേദന ഉള്ളവർക്ക് തുമ്പയില നന്നായി കഴുകി അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദന ശമിക്കുന്നു. ചെറിയ മുറിവുകൾക്കും ചർമ്മത്തിലെ ചൊറിച്ചിലിനും അലർജിക്കും തുമ്പയില നന്നായി അരച്ചു പുരട്ടിയാൽ വേഗത്തിൽ ഭേദമാകാൻ സഹായിക്കും. കുട്ടികളിലെ വിരകോപം, ഹേതുവായിട്ടുള്ള മയക്കം, ഛർദി എന്നീ അസുഖങ്ങൾക്ക് തുമ്പയുടെ പൂവും ഇലയും കൂടി അരച്ചു പിഴിഞ്ഞെടുത്ത നീരിൽ അല്പം പാൽക്കായം ചേർത്ത് 2-3 നേരം കൊടുക്കുന്നത് നല്ലതാണ്. പ്രസവാനന്തരം തുമ്പയിട്ട വെന്ത വെള്ളത്തിൽ 4-5 കുളിക്കുന്നത് പ്രസൂതിക്ക് രോഗാണുബാധ ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ്. പ്രസൂതി തുമ്പ സമൂലം ഇടിച്ചു പിഴിഞ്ഞ് നീര് കുടിച്ചാൽ വയറ് ശുദ്ധമാവുകയും രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുമെന്നും പറയപ്പെടുന്നു. ഈ ചെറിയ വിവരണങ്ങളിലൂടെ തുമ്പയെക്കുറിച്ച് പറയുവാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് തുമ്പയെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.